ആ ഹേമ, ഞാനിന്ന് ഓഫീസിൽ 1 മണിക്കൂർ ലേറ്റ് ആവും കേട്ടോ. അയ്യോ ഇന്ന് നീ ലേറ്റോ? എന്തു പറ്റി? അല്ല, രമേശ് ചേട്ടന് നല്ല സുഖമില്ലേ? നോക്ക് ഇന്ന് അദാലത്ത് വെച്ചിരിക്കല്ലേ. ഓ, ഇന്ന് അദാലത്താണല്ലേ. ഇപ്പൊ പ്രോബ്ലം ആവോ? വന്നേ പറ്റൂ. ഓ, 1 മിനിറ്റ്, ഞാൻ ചോദിച്ചു നോക്കട്ടെ രമേശ് ചേട്ടനോട്. ഓക്കേ ഓക്കേ. രമേശ് ചേട്ടാ, ഇപ്പൊ എങ്ങനെയിരിക്കുന്നു ശരീരവേദനയൊക്കെ? എനിക്കിപ്പോ വേറെ കുഴപ്പമൊന്നുമില്ല. ആണോ? കുഴപ്പമില്ലേ? ആ, കുഴപ്പമില്ല നടി. വെക്ക്. ഞാൻ ശ്രുതിയുടെ അടുത്ത് വിളിച്ച് പറഞ്ഞും പോയി. ശ്യാമളേച്ചിയുടെ മോള് ശ്രുതിയാ? രമേശ് ചേട്ടന് വന്ന് കൂട്ടിരിക്കാൻ. എവിടെ ശ്രുതിയോട് പറയാൻ പറഞ്ഞ? എനിക്കൊന്ന് പോവാതിരിക്കാൻ പറ്റില്ല, അദാലത്താണ്. അപ്പൊ ഞാനൊന്ന് ശ്രുതി എടുത്ത് വിളിച്ച് പറയട്ടെ വരണ്ട. അയ്യോ, ഞാൻ കുഴപ്പമില്ലെന്നും പറഞ്ഞു പോയല്ല. ആ പെണ്ണെത്തിരി എന്റെ അടുത്ത്. അയ്യോ ശ്രുതി, ആലോചിക്കുമ്പോ തന്നെ അയ്യോ ശ്രുതി, ഇനിയിപ്പൊ എന്ത് ചെയ്യും? ശരി ഏട്ടാ, ഞാൻ പോയിട്ട് വരട്ടെ. അയ്യോ, എന്ത് പറ്റി? ഇപ്പൊ പെട്ടെന്ന് എനിക്ക് ശരീരമൊക്കെ വേദന എടുക്കണം. അയ്യോ, വീണ്ടും ശരീരവേദനയാ? അയ്യോ, ഇനിയിപ്പൊ എന്ത് ചെയ്യും? നീ പോ. ഞാൻ ശ്രുതിയുടെ അടുത്ത് വരണ്ടാന്ന് പറഞ്ഞും പോയല്ലോ. അയ്യോ, എനിക്ക് ഒട്ടും വയ്യ ദൈവമേ, എനിക്ക് തണുക്കണം. ഞാൻ ഒന്ന് കിടക്കട്ട്. അയ്യോ ശരി ഏട്ടാ, ഞാൻ പോണ വഴി ഒന്ന് ശ്രുതിയെ കണ്ടിട്ട് പറഞ്ഞിട്ട് പോവാൻ വരാം. എനിക്ക് ആഹാരമൊന്നും എടുത്ത് കഴിക്കാൻ വയ്യ. ഞാൻ ശ്രുതിയുടെ അടുത്ത് വരാൻ പറയാം ഏട്ടാ, അവള് വന്ന് എടുത്തു തരും ചേട്ടാ. നീ ആ ശ്രുതിയിലൂടെ പറ, ആ കൊച്ചു വന്ന് എന്തെങ്കിലും എടുത്തു തരും. ശരി ഏട്ടാ, ശരി. കാപ്പിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. തീരെ വയ്യ. പോകുമ്പോ മറക്കാതെ ശ്രുതിയിലൂടെ പറ. ഞാൻ പറയാം. അയ്യോ എന്റെ ദൈവമേ, ശ്രുതി വരും. അങ്കിളേ, ആ, അങ്കിളിന് സുഖമില്ലല്ലേ? ആന്റി വരാൻ പറഞ്ഞു. മോളെ ഒന്ന് എന്റെ തല തടവി തരുമോ? ആനന്ദാങ്കിളെ, ഞാൻ തടവി തരാം. നല്ല ശരീരവേദന ഉണ്ടോ? ഭയങ്കര വേദന. ആണല്ലേ, കുഴപ്പമില്ല, ഞാൻ തടവി തരാം. അങ്കിൾ ഉറങ്ങിക്കും. ഒന്ന് പോവാൻ കിടക്കും. അങ്കിൾ ഉറങ്ങിക്കും. അങ്കിളേ. ഓ ശ്രുതി വന്ന അങ്കിളെ, ഇതേത് കൊണ്ടുവച്ചതിന്? അങ്കിള് ഞാൻ സുർജിത്ത്. സുർജിത്ത? ഞാൻ സുർജിത്ത്. ശ്രുതിയുടെ അനിയെ. അങ്കിളിന് സുഖമില്ല. എനിക്കൊരു കുഴപ്പമില്ല. കൂട്ടിരിക്കാൻ വരാൻ പറഞ്ഞു ആന്റി. നിന്നോട് ആരും പറഞ്ഞവിടെ? ഇയൊക്കെ തലയ്ക്ക് സുഖമില്ലേ? ഓരോർക്കോ നിന്നെ ഈ കോമ്പൗണ്ടിൽ കൊണ്ടുപോകരുത്. കളവോ മര്യാദയ്ക്ക് സംസാരിച്ചില്ലെങ്കിൽ കുത്തി കൊടമാല കേൾക്കും. കൂട്ടിരിക്കാൻ വന്ന എന്റെ അടുത്ത്. ഇല്ല കുഞ്ഞെ, നിന്നെ ഞാൻ ഒന്നും പറഞ്ഞില്ല. നീ പോ. എന്റെ ചേച്ചിയാണല്ലേ താൻ പ്രതീക്ഷിച്ചത്. എന്നെ ഒന്ന് വെറുതെ വിടറേ. ഏയ്, നിന്റെ അമ്മയോടെ പോയി ഞാൻ ഇങ്ങനെയൊന്നും പറഞ്ഞൊന്നും പറയാതെ. അതിന്റെ തള്ളക്ക് എന്നെ കാണുമ്പോ ഒരു കണ്ണും കൈയും കാണിപ്പൊക്കെ ഉണ്ട്. എന്തിന് ഞാനായിട്ട് വെറുതെ ഇല്ലാതാക്കി കളയണത്? എന്തായാലും കൊള്ളാം. ശ്രുതി വരുമെന്ന് പറഞ്ഞിട്ട് വെറുതെ മോഹി. ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യണേ.